ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു അൺറെഡി വിത്ത് മീ ആയാലോ. നിങ്ങൾക്ക് പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലായി ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു അവസ്ഥയായത്. ഇപ്പോൾ ഞാനെങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പാരച്യൂട്ടിൻ്റെ ഒരു ഓയിൽ. നോർമലി ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓയിലൊന്ന് യൂസ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്യും. മേക്കപ്പ് എന്ന് പറയുമ്പോൾ അധികമായിട്ട് മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് BB ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ഐ ഷാഡോ, ലിപ്സ്റ്റിക്ക്, ഐലൈനർ തുടങ്ങിയ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ട്. അത്ര മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അത് ഞാൻ ഓയിൽ വെച്ചൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നോർമൽ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് ഞാനൊന്ന് മുഖമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഓയിലിൻ്റെ മണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മണത്ത് നോക്കിയത്. അത് ഞാൻ വെറ്റ് വൈപ്സ് വെച്ചൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടു പോയത് അത്യാവശ്യം ഐ ഷാഡോ, ഐലൈനറും ആണുള്ളത്. വേറെ മസ്കാര ഐറ്റംസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ആകെ യൂസ് ചെയ്യുന്നത് ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഐ ഷാഡോ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വെറ്റ് വൈപ്സ് വെച്ചൊന്ന് തുടച്ച് കൊടുക്കുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്യുന്നു. ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് വാഷാണ്. അത് വെച്ച് ഞാനൊരു 4-5 വർഷമായി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നു. അത് യൂസ് ചെയ്യുകയെന്ന് പറയുമ്പോൾ മുഖം നല്ല കൂളിങ് ഫിറ്റിങ് കിട്ടാറുണ്ട്, അതുപോലെ പിമ്പിൾ ഫ്രീ ആവാറുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ് ഹിമാലയയുടെ ഫേസ് വാഷ് എന്നുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ ഏറ്റവും റിലാക്സിങ് ആയൊരു പാർട്ടിലേക്കാണ് പോകുന്നത്, അതായത് മുടി കഴിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഷിഫ്റ്റിന് പോകുന്നത് ഒരു 8 അവർ ആയാലും 10 അവർ 12 അവർ ഏത് ഷിഫ്റ്റ് ആയാലും മുടി കിട്ടുക എന്നുള്ളത് ടൈറ്റ് ചെയ്ത് റൗണ്ടിൽ ബൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ UPനെ ഉപയോഗിക്കുന്നുണ്ട്, ടിക്ടാക് സ്ലൈഡൊക്കെ യൂസ് ചെയ്ത് മുടി അത്രയും നന്നായിട്ട് സെക്യൂർ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതെന്ന് പറയുമ്പോൾ തലവേദന എടുക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല, മിക്കപ്പോഴും തലവേദന എടുക്കാറുണ്ട്. കാരണം എവിടെ നിന്നൊക്കെ ഒരു ഞരമ്പ് വലിയുന്ന പോലെയൊക്കെ ആയിട്ടൊരു വേദന വരും. അതുപോലെ ടൈറ്റ് ചെയ്യുന്നത് കൊണ്ടും മുടിയൊക്കെ ടൈറ്റായി വരുന്നത് കൊണ്ടും ഒരു വേദന ഉണ്ടാകും. അപ്പോൾ അത് ഈ ഒരു ടൈമിൽ മുടി അഴിക്കുന്ന സമയത്ത് വളരെ റിലാക്സ് ആവാറുണ്ട്. ആ തലയൊക്കെ ഫ്രീ ആവുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ മുടിയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. കാരണം അത്രയും റിലാക്സ് ആവുന്നുണ്ട്. എൻ്റെ തലയുടെ വേദന ഇനിയിപ്പോൾ തലയൊന്നും ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നു, ഒന്നുകിൽ കൈ കൊണ്ട് മസാജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചീപ്പ് വെച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം കാണാൻ പറ്റും, ആ ഒരു സാധനം വെച്ച് ഞാൻ മസാജ് ചെയ്യുന്നു. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് വെച്ച് ഞാൻ മസാജ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ തലയ്ക്ക് നല്ലൊരു റിലാക്സേഷനും കിട്ടും, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടെ നല്ല ഉറക്കവും കിട്ടും. അപ്പോൾ ടൈറ്റ് ചെയ്ത് വെക്കുന്ന മുടി തല നല്ല വേദന എടുത്തിരിക്കുന്ന സമയത്ത് ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ തല നല്ല റിലാക്സ് ആവാറുണ്ട്. അപ്പം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ, തല ഇങ്ങനെ മസാജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.